നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കാമെന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം പിൻവലിക്കുക. BMS പാലക്കാട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ ഓടുന്ന ഓട്ടോറിക്ഷകളിൽ യാത്രക്കാർ ചാർജ് നൽകേണ്ടതില്ല എന്ന തീരുമാനം പിൻവലിക്കണമെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M. ഗിരീഷ് ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ മോട്ടോർ ആൻഡ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഗതാഗത വകുപ്പിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പ്രതിഷേധാർഹമാണെന്നും യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചർച്ച ചെയ്യാതെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഗിരീഷ് പറഞ്ഞു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിരവധി കാലങ്ങളായി ആവശ്യപ്പെടുന്ന പെട്രോൾ ഡീസൽ GST പരിധിയിൽ കൊണ്ടുവരികയും സബ്സിഡി നിരക്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അനുവദിക്കുകയും മീറ്റർ ചാർജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിലനിൽക്കെ ഈ തൊഴിൽ മേഖലയെ തകർക്കുന്ന ഗതാഗത വകുപ്പിൻ്റെ ഇത്തരം നിയമങ്ങളെ ശക്തമായി നേരിടുമെന്നും തുടർ സമരങ്ങൾക്ക് BMS നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. U. പരശുരാം അധ്യക്ഷത വഹിച്ച ധർണയിൽ സംസ്ഥാന സമിതി അംഗം V. ശിവദാസ് സമാപന പ്രസംഗം നടത്തി. മേഖലാ സെക്രട്ടറി V. ശരത്, ശിവൻ, ഹരിഗോവിന്ദൻ, B. ഉണ്ണികൃഷ്ണൻ, രാജു, ഉദയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. നടത്താനുണ്ടായ സാഹചര്യം കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളികൾ നയിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞ്, തൊഴിലാളികളുടെ ഉന്നമനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് പാവപ്പെട്ട തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് അവന്റെ മെമ്പർഷിപ്പും ലെവിയും വാങ്ങി തടിച്ചു കൊഴുത്ത് സർക്കാർ വാഹനങ്ങളിൽ തെക്ക് വടക്ക് ഓടുന്ന ഇവിടുത്തെ സഖാക്കന്മാർ നടത്തുന്ന തൊഴിലാളി വിരുദ്ധതയുടെ അങ്ങേയറ്റത്തെ നടപടിയാണ് പിണറായി വിജയൻ സർക്കാർ നയിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ നെഞ്ചത്ത് കയറുന്ന തരത്തിലോ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റാൻഡിൽ കിടന്ന് അവന്റെ കുടുംബം പോറ്റാൻ, അവന്റെ മക്കളെ പോറ്റാൻ, അവന്റെ അമ്മയെ അച്ഛനെയും സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയാൽ പോലും രണ്ട് തലയും ജീവിതത്തിന്റെ രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത തരത്തിൽ ജീവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു ഉത്തരവിടുന്നു. ഈ മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഓട്ടോറിക്ഷക്കാരൻ മീറ്റർ ഇല്ലാതെ ഓടിയാൽ സൗജന്യ യാത്രയാണ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കണം. മീറ്റർ ഇല്ലാതെ ഓടിയാൽ സൗജന്യമാണ് എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന നടപടികൾ ആരംഭിച്ചുകൊണ്ട് മോട്ടോർ വകുപ്പ്, നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, പുള്ളി സിനിമാ സ്റ്റൈലിലാണ് പരിപാടികളെല്ലാം. സിനിമയിലെ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കുന്നതല്ല സാധാരണക്കാരന്റെ ജീവിതമെന്ന് മന്ത്രി ഗണേഷ് കുമാർ
ഈ നാട് കട്ടുമുടിച്ചതിന്റെ പേരിൽ, ഈ നാട് അഴിമതി നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടന്ന് ഈ നാടിനെ നശിപ്പിച്ച ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന, ഈ കേരളത്തിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത അഴിമതി നടത്തി ജയിലിൽ പോയ ബാലകൃഷ്ണപിള്ള മരിച്ചുപോയി. ആ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് ഗണേഷ് കുമാർ. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട് 3. സേവനത്തിൻ്റെ 27ാം വർഷം.